നമസ്കാരം. നമ്മൾ പൊതുവെ ചെയ്യാറുള്ള പോലെ തന്നെ സിനിമ അനാലിസിസ് ആയിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പീഡോഫിലിയ അഥവാ കുട്ടികളോട് കാമസക്തി കാണിച്ചുകൊണ്ട് കുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ടുള്ള സിനിമകളാണ്. സിനിമകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പവർഫുൾ മീഡിയം ആണ്. ഒരു വിഷയത്തിന് കുറേ ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാനും ആ രീതിയിൽ വേണ്ട മാറ്റങ്ങൾ സമുദായത്തിൽ കൊണ്ടുവരാനും സിനിമകൾ ചരിത്രപരമായിട്ട് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രവശങ്ങൾ നമ്മൾ എടുക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാനായിട്ട് കുറേ ഉണ്ട്. അതിനൊരു ചെറിയ എക്സാമ്പിളാണ് തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. അന്ന് വരെ കേട്ടറിവില്ലാത്ത ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിനെ മുന്നോട്ട് എടുത്തു വെച്ചുകൊണ്ട് അതിനെ ഇപ്പം തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഭൂതവും ഭാവിയും എല്ലാം തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്താഗതിയാക്കി മാറ്റിയ കരുണാനിധിയും അന്നദുരയും പോലത്തെ വ്യക്തികൾ, പ്രത്യേകിച്ച് കരുണാനിധി സിനിമയെയും കല ഉപയോഗിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ ചിന്താഗതിയെ തമിഴ്നാടിൻ്റെ എല്ലാ രീതിയിലുള്ള ഭൂതവും ഭാവിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ച് സിനിമകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണത്. ഇതേ രീതിയിൽ ലോകത്ത് തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ, മൂവ്മെൻറ്റ്സ്, രാഷ്ട്രീയപരമായിട്ട്, സമുദായപരമായിട്ട്, മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടും കുറേ അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് കലയെ തന്നെയാണ്. നാടകങ്ങളും കലയുമാണ്. തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റത്തെ ഉപയോഗിച്ചിട്ടുള്ളത് തുടർ കാലഘട്ടങ്ങളിൽ കഥകളായിരുന്നു. കരുണാനിധി എഴുതിയിരുന്ന കഥകൾ പിന്നീട് അത് സിനിമകളായി. ഇങ്ങനെ കലയ്ക്ക് ഒരു ആശയത്തിന് കാലം പോകും തോറും കല എന്ന് പറയുന്ന ആശയം വെച്ചിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷെ സിനിമ അന്നും ഇന്നും ഒരു പവർഫുൾ ടൂളായിരുന്നു. ഇനി നമ്മൾ US പോവുകയാണെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് അവിടുത്തെ കറുത്ത വർഗ്ഗക്കാർ, ബ്ലാക്സ്, അവർ റാപ്പ് മ്യൂസിക്കിന് അങ്ങനെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ സിനിമകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്ന ഒരു പവർഫുൾ മീഡിയമാണ്. ഞാൻ അന്നും ഇന്നും സിനിമകളുടെ ഒരു ഫാനാണ്. അന്നും ഇന്നും സിനിമകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. സിനിമകളെ ആസ്വാദനത്തിനേക്കാൾ ഉപരി സിനിമകളെ സമുദായത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു മീഡിയമായിട്ട് ഞാൻ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനത്തെ ഒരാളായതുകൊണ്ട് തന്നെ സിനിമകൾ ഞാൻ കാണാറുണ്ട്. ആസ്വാദന രീതിയിൽ ആസ്വദിക്കാൻ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സാമുദായ വിഷയങ്ങൾ, അത് അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അങ്ങനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് സിനിമകൾ നോക്കിക്കാണുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പീഡോഫിലിയ എന്നുള്ള വിഷയത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സിനിമകളുടെ ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. കുറേ സിനിമകളുണ്ട് ലോകത്തിൽ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിൽ ഹോളിവുഡ് എന്ന് പറയുന്ന അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് സിനിമകളായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത് 1996 ബാരി ലെവിൻസൺ എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്തിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമയാണ്. ബ്രാഡ് പിറ്റ് എന്ന് പറയുന്ന സെക്സിയസ്റ്റ് മാൻ ഇൻ ദി വേൾഡ് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ബ്രാഡ് പിറ്റ് പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അദ്ദേഹം പ്രധാന കഥാപാത്രമായി വന്നിട്ട് കെവിൻ ബേക്കൺ എന്ന് പറയുന്ന ഒരു നടൻ്റെ പല മാനുഷിക ഭാവങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വില്ലനി, അതായത് നമുക്ക് എങ്ങനെ ഒരു വില്ലനെ എത്രത്തോളം നമുക്ക് വെറുക്കാൻ പറ്റും ആ രീതിയിൽ അദ്ദേഹം അതിലെ വില്ലനായിട്ട്, അതിലെ മെയിൻ ആൻറ്റഗണിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ രണ്ട് നടന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടാതെ തന്നെ അതിൽ റോബർട്ട് ഡിനീറോ എന്ന് പറയുന്ന വേറൊരു ക്രിട്ടിക്കൽ അക്ലൈംഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഉണ്ട് ആ സിനിമയിൽ. അപ്പോൾ ഈ സിനിമയുടെ നായകർ എന്നുള്ളതിനേക്കാളുപരി ആ സിനിമയുടെ പ്രമേയം,
ആ സിനിമയുടെ സംവിധാനം, ആ സിനിമയുടെ കഥ, അതാണ് പൊരുളെന്ന് പറയുന്നത്. ആ സിനിമ മുന്നോട്ട് എടുത്തു വെച്ചിട്ടുള്ള സാമുദായിക ആശയം, അതാണ് എന്നെ പിടിച്ച് കുലുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനൊപ്പം തന്നെ ആ ഡയറക്ടറിൻ്റെ മികവ് കൊണ്ടും അതിൻ്റെ കഥയുടെ മികവ് കൊണ്ടും അതിൻ്റെ സ്ക്രീൻ പ്ലേയുടെ മികവ് കൊണ്ടും തിരക്കഥയുടെ മികവ് കൊണ്ടും അതിൻ്റെ നടന്മാരെ കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ അഭിനയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സിനിമൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാകുന്നതാണ് സിനിമ അനാലിസിസ് ആയതുകൊണ്ട് തന്നെ. കുറച്ച് കാലം മുന്നേ ഞാൻ സിനിമ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയല്ല ഇത്. മറിച്ച് അതിനെ കുത്തിയിരുന്ന് തന്നെ ഇരുന്ന് കാണേണ്ടി വരും. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പിടിച്ച് കുലുക്കുകയും ചെയ്യും. അപ്പോൾ ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് 4 കുട്ടികൾ, അവരെ ചില പെറ്റി ക്രൈം എന്ന് പറയുമ്പോൾ ചെറിയ മോഷണത്തിന് അവരെ കോടതി ശിക്ഷിക്കുകയാണ്. അങ്ങനെ അവരെ ശിക്ഷിച്ചുകൊണ്ട് അവരുടെ ജുവനൈൽ ഹോം എന്ന് പറയുന്നത്, അപ്പോൾ ചെറിയ കുട്ടികളെ നമുക്ക് ജയിലിൽ കൊണ്ടിടാൻ പറ്റില്ല. അപ്പോൾ അവരെ ജുവനൈൽ ഹോമിലാണ് പെടുത്തുക. നമ്മുടെ ദുർഗുണ പാഠശാല എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനെയാണ് ജുവനൈൽ ഹോംസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 4 കുട്ടികളെ ജുവനൈൽ ഹോംസിൽ ഇടുകയാണ്. അപ്പോൾ ഇവർ 4 പേര് ഈ ജുവനൈൽ ഹോമിൽ നിന്നും സെക്സ്വൽ അബ്യൂസിൽ വിധേയമാവുക. അവരുടെ വാർഡൻസ് ആയിട്ടുള്ള 4 പേരായിട്ടുള്ള 3-4 പേരിൽ നിന്ന് സെക്സ്വൽ അബ്യൂസിന് അവർ നേരിടുകയാണ്. അപ്പോൾ ആ സെക്സ്വൽ അബ്യൂസ് കാരണം അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട്, ആ ഒരു ട്രോമയെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് അവരുടെ ജീവിതം മൊത്തത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ട്രോമ ചൈൽഡ്ഹുഡിൽ കുട്ടികളിൽ നമുക്കുണ്ടാകുന്ന ട്രോമ, അത് നമ്മുടെ എങ്ങനെ അത് വിശകലനം ചെയ്തു, അങ്ങനെ ആ ജീവിതം എങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ അത് മാറ്റിമറിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇതിൽ ബ്രാഡ് പിറ്റ് അതിലൊരു കുട്ടിയായിരുന്നു. കെവിൻ ബേക്കൺ ആയിരുന്നു ആ 4 പേര്. ഈ 4 കുട്ടികളെ അവിടെ 4 വാർഡന്മാരുടെ കാമവൈകൃതത്തിന് ഇരയാക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന, അല്ലെങ്കിൽ അതിന് ഇവരുടെ ലീഡ് ചെയ്തിരുന്ന, ആ അബ്യൂസിനെ നോർമലൈസ് ലീഡ് ചെയ്തിരുന്ന, അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട്, അതായത് ഇവരെ നന്നാക്കാൻ വേണ്ടി അവരുടെ സെക്ഷുവലി അവരെ അബ്യൂസ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ പോലെ ആ സെക്സ്വൽ അബ്യൂസിന് അവിടെ അങ്ങനത്തെ ഒരു മോറൽ വ്യൂ ആയിട്ട് കൊണ്ട് നടക്കുന്ന ആളായിരുന്നു കെവിൻ ബേക്കൺ. പുള്ളിക്കാരൻ്റെ പേഴ്സണലി ഇപ്പോൾ സെക്സ്വൽ പെർവേഷനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന 3 പേർക്ക് അതിനോട് 2-3 പേർക്ക് അതിനോട് ആസക്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു റിവേർട്ടഡ് വേൾഡ് വ്യൂ, പെർവേഴ്സ് വേൾഡ് വ്യൂ കാരണം പുള്ളിക്കാരൻ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന് നോർമലൈസ് ചെയ്തുകൊണ്ട് ഇവരുടെ ബാക്കിയുള്ള 2 പേരുടെ സെക്സ്വൽ പെർവേഷൻ നോർമലൈസ് ചെയ്തുകൊണ്ട് ഇതിനൊരു ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ള രീതിയിലോട്ട് ഇതിനെ കണക്കാക്കുന്ന ഒരാളായിരുന്നു കെവിൻ ബേക്കൺ അവിടെ ചെയ്തിരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 4 കുട്ടികളെ ഇവർ അബ്യൂസ് ചെയ്യാണ്, കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യാണ്, സെക്ഷൽ അബ്യൂസ് ചെയ്യാണ്, ഫിസിക്കൽ, മെൻ്റൽ ടോർച്ചർ, സെക്സ്വൽ അബ്യൂസ്, ഇതെല്ലാം ചെയ്തുകൊണ്ട് ആ 4 കുട്ടികളുടെ ജീവിതത്തിൽ അങ്ങനെ ജുവനൈൽ ഹോമിൽ നിന്ന് ആ 4 കുട്ടികൾ അവർ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നു. അവർ വളർന്ന് വലുതാവുന്നു. അതിലൊരാൾ ലോയറാവുന്നു. അതാണ് അതിൽ ഒരാൾ ലോയറാകുന്നു, മറ്റൊരാൾ അങ്ങനെ ഈ 4 പിള്ളേരും ഓരോരോ ജോലികളിൽ ഏർപ്പെടുകയാണ്. അതിൽ ഒരാൾ ലോയറാവുകയാണ്, മറ്റൊരാളാണ് ബ്രാഡ് പിറ്റ്. ഈ ബ്രാഡ് പിറ്റിൻ്റെ റോള് ചെയ്തിരുന്ന ആൾ ഈ ലോയറിനെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ 4 പേരോട് പകരം വീട്ടാൻ വേണ്ടി അവർ വീണ്ടും ഒത്തിണങ്ങുകയാണ് കുറച്ച് കാലം കഴിഞ്ഞിട്ട്, ഇവർ ലൈഫിലൊക്കെ സെറ്റിൽ ആയതിനു ശേഷം. അപ്പോൾ ഇവരിങ്ങനെ ഇതിൻ്റെ പിന്നാലെ തേടിപ്പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 4 പേരിൽ കുറച്ച് 2 പേര് മരിക്കുന്നു, 1-2 പേര് മരിക്കുന്നു, ബാക്കി ഒരാൾ ടെർമിനൽ ക്യാൻസറിൽ ഏർപ്പെടുന്നു. അതിലെ കെവിൻ ബേക്കൺ അവസാനം ആ നേതാവിനെ കോടതി കൂട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണ്. അപ്പോൾ ഈ 4 കൂട്ടുകാരിൽ ചില ആൾക്കാർക്ക് അവരിതിനെ മാസ്ക് ചെയ്തുകൊണ്ട്, ഹൈഡ് ചെയ്തുകൊണ്ട്, അങ്ങനത്തെ ഒരു ലൈഫിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാസ്ക് ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിനോട് അവരത് മറക്കാൻ പറഞ്ഞുകൊണ്ട് അവരതിനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്രാഡ് പിറ്റ് ഇതിന് പകരം വീട്ടാൻ വേണ്ടി ഈ ഒരു ഗ്യാങ്ങിനെ വീണ്ടും കൊണ്ടുവരുമ്പോൾ ആ ഒരു ട്രോമ വീണ്ടും റീലീവ് ചെയ്യാണ്. അപ്പം അതിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഈ 4 പേരിൽ ഒരാൾ മാറി നിൽക്കുന്നു, മറ്റൊരാൾ വേണ്ട എന്ന് പറയുന്നു. പക്ഷെ അവസാനം
അയാൾ തിരിച്ചു വരുന്നു. ഈ ഈ കെവിൻ ബേക്കൺ എന്ന് പറയുന്ന മെയിൻ നേതാവിനെ ശിക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഒരു കുറേ ക്ലാഷസ് ആണ് ഈ സിനിമകളെന്ന് പറയുന്നത്. അപ്പോൾ എന്നിരുന്നാലും മറന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ട്രോമകൾ നമ്മൾ എത്രത്തോളം മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ ലൈഫിനെ എത്രത്തോളം മാറ്റിമറിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ അവർ പ്രതിക്കൂട്ടിലോട്ട് ഈ 4 പേരെയും കൊണ്ടുവരുന്നു. അതിലൊരാൾ മരണപ്പെടുന്നു, മറ്റൊരാൾ ടെർമിനൽ ക്യാൻസർ പേഷ്യൻ്റായി കിടക്കുന്നു, വേറൊരാൾ പിന്നെ വേറെ 2 പേരെ ഇവർക്ക് ശിക്ഷിക്കാൻ പറ്റുന്നു. അതിലെ മെയിൻ ആളാണ് കെവിൻ ബേക്കൺ അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ കഥാപാത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ കെവിൻ ബേക്കണിൻ്റെ അവസാനം ഇവർ ശിക്ഷിക്കുകയാണ്. പക്ഷേ 20-25 വർഷത്തിന് ശേഷമാണ് ഈ ശിക്ഷ നടപ്പാക്കുന്നത് എന്നുള്ളതിലാണ് പൊരുൾ കിടക്കുന്നത്. അങ്ങനെ ഈ ബ്രാഡ് പിറ്റ് ചെയ്തിരുന്ന ആ റോളും ബ്രാഡ് പിറ്റും വേറെ 3 ഫ്രണ്ട്സും അങ്ങനെ ഇവരെ സഹായിക്കാൻ നോക്കുന്ന പള്ളിയിലച്ഛനായിട്ടാണ് റോബർട്ട് നീറോ വരുന്നത്. അങ്ങനത്തെ കുറേ സംഭവ വികാസങ്ങൾ ഇവർ ഈ പ്രതിക്കൂട്ടിലോട്ട് ഇവരെ കയറ്റുകയാണ് 20-25 വർഷത്തിന് ശേഷം ഈ കെവിൻ ബേക്കണിൻ്റെ ഈ ഗ്യാങ്ങിന്. അങ്ങനെ പ്രതിക്കൂട്ടിലോട്ട് കയറ്റിക്കൊണ്ട് അവരെ ശിക്ഷയ്ക്ക് കോടതി വിധേയമാക്കുകയാണ്. അങ്ങനത്തെ ഒരു സിനിമയാണ്, ഒരു പ്രത്യേകതരമായിട്ടുള്ള സിനിമ. ഈ സിനിമയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ക്യാരക്ടർ ആർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ ട്രോമാറ്റിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിനെ പിടിച്ചു കുലുക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് സിനിമ എന്ന് പറയുന്നത്. അത് നമ്മൾ എത്രത്തോളം മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, നമ്മൾ എത്ര അതിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കിക്കഴിഞ്ഞാലും, എസ്കേപ്പിസം നമ്മൾ എത്രത്തോളം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അത് നമ്മളെ പിടിച്ച് വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളതിൻ്റെതാണ്. 20-25 വർഷം 30 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ബ്രാഡ് പിറ്റിൻ്റെ കഥാപാത്രം കാണിക്കുന്ന ആ പകയുടെ ആ റോളും, എന്നാൽ പക വെച്ചുകൊണ്ട് ബ്രാഡ് പിറ്റിൻ്റെ റോള് പലപ്പോഴായിട്ട് അയാളെ കൊല്ലാൻ ഉതകുന്ന രീതിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ബ്രാഡ് പിറ്റിൻ്റെ കൂട്ടുകാരനാണ് പറഞ്ഞു വെക്കുന്നത് കൊല്ലണ്ട, അപ്പോൾ നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം, നമുക്ക് ഇത് ലോകം അറിയണം, ഇത് ഇവരെ പ്രതിക്കൂട്ടിൽ കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാൾ പിടിച്ചു വെക്കുന്ന കുറേ വളരെ രസകരമായിട്ടുള്ള, വളരെ നമ്മളെ ചിന്തകളെ പിടിച്ചു കുലുക്കുന്ന രീതിയിലായിട്ടുള്ള കുറേ സീൻസ്, കുറേ അവസരങ്ങൾ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ കാണേണ്ട സിനിമയാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ രീതിയിലുള്ള എത്ര കുട്ടികൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ, ജീവിതത്തിലുള്ള കുറേ സാഹചര്യങ്ങൾ, ഈ സെക്ഷൽ അബ്യൂസിനെ, പീഡോഫിലിയനെ എനേബിൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന രീതികൾ, അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ജയിൽ ശിക്ഷകൾ, അവിടെ വരുന്ന വാർഡന്മാരും മതങ്ങളും മതപാഠശാലകളും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എന്നെ പിടിച്ചു കുലുക്കിയത്. കട്ട്.